ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. ഡേ 1 ഇന്നലെ അവസാനിച്ചപ്പോൾ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ 315 എന്ന നിലയിലാണ് നിൽക്കുന്നത്. ക്യാപ്റ്റൻ ഗിൽ സെഞ്ചുറി നേടിയപ്പോൾ ജയ്സ്വാൾ 87 നേടി പുറത്തായി. 41 റൺസുമായി ജഡേജയും 114 ഗില്ലുമാണ് ക്രീസിലുള്ളത്. ബുംറ ഇല്ലാതെ ഇറങ്ങിയിരിക്കുമ്പോൾ മാക്സിമം റൺസ് സ്കോർ ചെയ്തേ പറ്റൂ. അടുത്ത അപ്ഡേറ്റ് ഏഷ്യ കപ്പുമായി ബന്ധപ്പെട്ടതാണ്. ടൂർണമെന്റിന്റെ ഡേറ്റ് സംബന്ധിച്ച് ഒരുപാട് കൺഫ്യൂഷൻ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇന്നലെ സെപ്റ്റംബർ 5 മുതൽ ഏഷ്യ കപ്പ് തുടങ്ങുമെന്നും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം സെപ്റ്റംബർ 7 നടക്കും എന്ന ഒരു ന്യൂസ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൽ നിന്ന് പുറത്തു വന്നിരുന്നു. എന്നാൽ BCCI ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല എന്നൊരു കമന്റാണ് BCCIയിൽ നിന്ന് വന്നിരിക്കുന്നത്. ടൂർണമെന്റ് നടക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടാണ് കാണുന്നത്. കാരണം നല്ല റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വെറുതെ കളയാൻ ക്രിക്കറ്റ് ബോർഡുകൾ തയ്യാറായേക്കില്ല. അടുത്ത അപ്ഡേറ്റ് RCBയുമായി ബന്ധപ്പെട്ടതാണ്. RCB സെലിബ്രേഷൻ ദുരന്തത്തിൽ ടീം മാനേജ്മെന്റാണ് അക്കൗണ്ടബിൾ എന്ന് CAT പറഞ്ഞതോടെ RCBക്കും കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും കാരണം കാണിക്കൽ നോട്ടീസ് BCCI ഇന്നലെ അയച്ചിരുന്നു. വരുന്ന 4 ആഴ്ചയ്ക്കുള്ളിൽ പ്രോപ്പർ റെസ്പോൺസ് BCCIക്കും മൾട്ടിപ്പിൾ ജുഡീഷ്യൽ ബോഡിക്കും ഇവർ രണ്ടുപേരും ഇനി കൊടുക്കണം. ക്രിമിനൽ കേസ് എന്ന കാറ്റഗറിയിലേക്കാണ് ഇതിപ്പോൾ പോയിരിക്കുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് ചാമ്പ്യൻസ് ലീഗ് T20യുമായി ബന്ധപ്പെട്ടതാണ്. 2015 നിർത്തലാക്കിയ ടൂർണമെന്റ് പിന്നെയും തിരിച്ചു വരുമെന്ന വാർത്ത IPL കഴിഞ്ഞതു മുതൽ കാണുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതിൽ ഒരു വലിയ ഡെവലപ്മെന്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. വേൾഡ് ക്ലബ് ചാമ്പ്യൻഷിപ്പ് എന്ന പേരിൽ അടുത്ത വർഷം ഈ ടൂർണമെന്റിനെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി ICCയുടെ പെർമിഷൻ ചോദിച്ചുകൊണ്ട് ഇംഗ്ലണ്ട് ലെറ്റർ അയച്ചിട്ടുണ്ട്. അനുമതി കിട്ടിയിട്ടുണ്ടെങ്കിൽ IPLൽ നിന്ന് 3 ടീമുകളും ബിഗ് ബാഷ്, കരീബിയൻ പ്രീമിയർ ലീഗ്, ദ 100, SA T20, PSL, മേജർ ലീഗ് ക്രിക്കറ്റ് തുടങ്ങിയ ടൂർണമെന്റിൽ നിന്നും 1-2 ടീമുകളും ഉൾപ്പെടുന്ന ഒരു ടൂർണമെന്റ് വന്നേക്കും. പക്ഷേ ഇതിനു വേണ്ടുന്ന ഷെഡ്യൂൾ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും വലിയ തലവേദന. ടൂർണമെന്റ് നടക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടൂർണമെന്റ് ആയിരിക്കും ഇത്.